എൻ്റെ മോനെ ഇത് എന്തുട്ടി കാണണ ഇത് ഇങ്ങനെയൊക്കെയാവോ? നമ്മളിപ്പോൾ മുംബൈ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഗേറ്റ് നമ്പർ 9 എത്തി. താഴെയുള്ള ഗേറ്റ് ആയതുകൊണ്ട് ബസ്സാണ് നമുക്ക് വരിക. അപ്പോൾ ഇൻഡിഗോൻ്റെ തന്നെ ബസ് വന്നു. പിന്നെ ഇതാ ബസ്സിൽ നിന്ന് നേരെ ഫ്ലൈറ്റിലേക്ക്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇതുപോലെയൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മൈൽ ട്രാവൽ സൊല്യൂഷൻസിനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. 1500 രൂപ മുതൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഫ്ലൈറ്റിൽ ഇതുവരെയായിട്ട് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ. ഈ വ്യൂ ഇങ്ങനെ കാണുന്ന സമയത്തുണ്ടല്ലോ, ആക്ച്വലി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി ഓടാനൊക്കെ തോന്നും. കാരണം അത്രയ്ക്കും ഓസമാണ് വ്യൂ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ലാൻഡിങ്ങിനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. അതിനിടയ്ക്ക് നമ്മളൊരു ബോട്ട് കണ്ടു മുകളിൽ. ഫൈനലി നമ്മൾ ഇരുന്ന് നമ്മുടെ മുംബൈയുടെ തിരക്കേറിയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു. വിമാനത്തിൻ്റെ ചിറക് ലാൻഡ് ചെയ്യണ സമയത്ത് മാറണൊരു മാറ്റമുണ്ട് എയർ കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതൊരു വല്ലാത്തൊരു രസമാണ് കേട്ടോ. ലാൻഡിങ് ലിവേഴ്സിൻ്റെ ഒരു ചേഞ്ച് ഡിഫറൻസ് കണ്ടോ. എപ്പോഴും ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമല്ലായിരുന്നു. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ വിക്കാട്ടിരിക്കുന്ന പോലെയാണ് പ്രൈവറ്റ് ജെറ്റുകൾ കിടക്കണേ. അത് മുംബൈ എയർപോർട്ടിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. മറ്റൊരു പ്രത്യേകത കണ്ട, ലാൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ ശരിക്കും ചേരികൾ പോലെ ഇങ്ങനെ കാണാം ആ നഗരത്തിൻ്റെ തിരക്കിൻ്റെ ഒരു കാഠിന്യം. അങ്ങനെ ആ വണ്ടി സ്ലോ ആയി നിന്നു. അപ്പോഴേക്കും ക്യാബിൻ ക്രൂസ് ഡോറൊക്കെ തുറന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. വല്ലാണ്ട് തിരക്കുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ വെച്ച്. പിന്നെ നമ്മളെന്താ പതുക്കേനെ ചെന്ന് നിർത്തിയിട്ട് ബസ്സിൽ കയറുന്നു. നേരെ നമ്മുടെ ടെർമിനലിലേക്ക് എത്തണം. പിന്നെ നേരെ ഉള്ളിലേക്ക് ടെർമിനൽ 2 എത്തി. ടെർമിനൽ 2ൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ബാഗേജ് ബെൽറ്റ് കാണും. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും എല്ലാ ബാഗേജ് ബെൽറ്റിൻ്റെ മുകളിലും. അതിലുണ്ടാവും നമ്മുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് നമ്മുടെ പെട്ടി കിട്ടി. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ പുറത്തേക്ക് നടന്നു. മുംബൈ എയർപോർട്ട് രക്ഷയില്ല കേട്ടോ, പൊളി തന്നെയാണ്. പുറമേ ആയാലും ഭയങ്കര സെറ്റപ്പാണ്. പിന്നെ നമ്മുടെ അളിയൻ നമുക്ക് കാറൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അത് പാർക്കിംഗ് ഫ്ലോർ 5-ലായിരുന്നു. ഇവിടെ 10 നിലയാണ് കേട്ടോ പാർക്കിങ്ങിന്. ആ സൈഡിൽ കാണുന്ന മുഴുവൻ പാർക്കിംഗ് സ്പേസാണ്. നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ പാർക്കിംഗ് ഏത് ഫ്ലോറിലാണെന്ന് ഡ്രൈവറോട് ചോദിച്ച് ചെന്നാൽ നമുക്ക് കൃത്യമായിട്ട് എത്താം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. അപ്പോൾ ഇനി മുംബൈ വിശേഷങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക്